DCB മീഡിയയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായൊരു അറിയിപ്പാണ് പങ്കുവയ്ക്കുവാനുള്ളത്. കഴിഞ്ഞ 4 ദിവസമായി സംസ്ഥാനത്ത് ഭാഗികമായി മാത്രം നടന്നു വന്നിരുന്ന മെയ് മാസത്തിലെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം വ്യാഴാഴ്ച മുതൽ പൂർണ്ണ തോതിലായിരിക്കുകയാണ്. വ്യാഴാഴ്ച മുതൽ 3200 രൂപയുടെ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. സാധാരണ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ആദ്യം എത്തിച്ചേരുക. ഓരോ സഹകരണ ബാങ്കുകളിലേക്കും പെൻഷൻ വിതരണ തുകയും ലിസ്റ്റുമെത്തി വീടുകളിലേക്ക് പെൻഷൻ വിതരണം നേരിട്ട് നടക്കുന്നതിന് 1-2 ദിവസം കൂടി താമസമുണ്ടാകാറുണ്ട്. അതിനാൽ ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ തുക എത്തി 1-2 ദിവസം കഴിഞ്ഞാണ് വീടുകളിൽ നേരിട്ടുള്ള പെൻഷൻ വിതരണം ആരംഭിക്കാറുള്ളത്. എന്നാൽ പതിവിന് വിപരീതമായി ഇത്തവണ വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരാതിരുന്നത് സംസ്ഥാനത്തെ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്ന 20 ലക്ഷത്തിലേറെ പേരെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക അയക്കുന്ന സംവിധാനത്തിന് നേരിട്ട സാങ്കേതിക പ്രശ്നങ്ങളായിരുന്നു വിതരണം വൈകിപ്പിച്ചത്. ബുധനാഴ്ച വൈകിട്ടോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടുവെന്നാണ് അറിയുന്നത്. എന്തായാലും വ്യാഴാഴ്ച രാവിലെ മുതൽ ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ കാത്തിരുന്ന അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും തുടങ്ങിയിരിക്കുകയാണ്. വീടുകളിലേക്ക് ഒറ്റത്തവണയായി തന്നെ 3200 രൂപ പെൻഷൻ തുകയായി ലഭിക്കുമെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നവർക്ക് 1600 രൂപ വീതം 2 തവണയായിട്ടാണ് 3200 രൂപ എത്തുക. അതിന് കാരണം ഓരോ മാസത്തെയും പെൻഷൻ തുക പ്രത്യേകമായി അക്കൗണ്ടിലേക്ക് അയക്കുന്നത് കൊണ്ടാണ്. ആദ്യ 1600 രൂപ എത്തി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അടുത്ത 1600 രൂപയും എത്തും. കുറച്ചു പേർക്കൊക്കെ രണ്ടാമത്തെ 1600 അടുത്ത ദിവസം ക്രെഡിറ്റ് ആകുന്നതും അപൂർവമല്ല. അതുപോലെ ക്ഷേമ പെൻഷനിൽ കേന്ദ്ര വിഹിതമുള്ളവർക്ക് 200 രൂപ, 300 രൂപ, 500 രൂപ എന്നിങ്ങനെയൊക്കെയുള്ള കേന്ദ്ര വിഹിത തുക കുറഞ്ഞായിരിക്കും അക്കൗണ്ടിലെത്തുക. 2 മാസത്തെ പെൻഷൻ തുകയാണ് വരുന്നതെന്നതുകൊണ്ട് 3200 രൂപയിൽ 400-600 മുതൽ 1000 രൂപ വരെയൊക്കെ ഇത്തരക്കാർക്ക് കുറവുണ്ടാകും. ഈ തുക കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രത്യേകമായി തന്നെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. കേന്ദ്ര വിഹിത തുക പ്രത്യേകമായ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ DBT എനേബിൾഡ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്കായിരിക്കും എത്തുക. കേന്ദ്ര വിഹിത തുക ഒട്ടേറെ മാസത്തെ ലഭിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ കോപ്പിയടക്കം നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ക്ഷേമ വിഭാഗം ഓഫീസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിഹിത തുക അക്കൗണ്ടിൽ വരുന്നതിനുള്ള തടസ്സം നീക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. കഴിഞ്ഞ 15 മാസമായി എല്ലാ മാസവും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം മുടക്കമില്ലാതെ നടന്നു എന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. 5 മാസത്തെ കുടിശ്ശികയിൽ 3 ഗഡുക്കളും നൽകി കഴിഞ്ഞു. ഇനിയുള്ള 2 ഗഡുക്കൾ ഈ വർഷം നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്. കൂടാതെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള വാർഷിക മസ്റ്ററിംഗ് അടുത്ത മാസം മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മസ്റ്ററിംഗ് ഉൾപ്പെടെ വരും ദിവസങ്ങളിലെ എല്ലാ പെൻഷൻ അറിയിപ്പുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക.